ഹലോ, നമ്മുടെ പുതിയ സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് രണ്ട് യൂസേജുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒന്ന് സോഫാറും മറ്റൊന്ന് യെറ്റും. സോഫാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ, യെറ്റ് എന്ന് വെച്ചാലും ഇതുവരെ. ഇതുവരെ രണ്ടും ഇതുവരെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്തായാലും രണ്ട് വാക്ക് ഒരേപോലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും ഉപയോഗത്തില്. അതെനിക്ക് എപ്പോഴാ തോന്നിട്ട്. അതാണ് മലയാളത്തിൽ നമുക്ക് ഈ സംഭവങ്ങളൊന്നും പ്രശ്നമല്ല. ഇതുവരെ എന്ന് പറയാനായിട്ട് നമ്മള് അങ്ങനെ പിന്നെ നാളും പേരും ഒന്നും നോക്കൂല. ഇംഗ്ലീഷിലാവുമ്പോ നമ്മുടെ സമയം നോക്കണം, നാള് നോക്കണം, പേര് നോക്കണം, ഇങ്ങനെ കുറെ നൂലാമാലകൾ ഉണ്ട്. ഞാൻ അതുവരെയായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ അതുവരെയായിട്ടൊന്നും അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ട് ഒറ്റ യൂസേജേ ഉള്ളൂ. ഒറ്റൊരു യൂസേജ് ഉള്ളൂ മലയാളത്തിൽ. പക്ഷെ ഇംഗ്ലീഷിൽ രണ്ടെണ്ണം. ഇംഗ്ലീഷിൽ നമുക്ക് ഇതുവരെ എന്ന് ഈ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഈ രണ്ട് വാക്കുകൾ, അതായത് സോഫാറും യെറ്റും എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്ന് ഇന്ന്. സോഫാർ പെട്ടെന്ന് കിട്ടൂല കേട്ടോ, അതുകൊണ്ട് സോഫ എന്ന് ആലോചിച്ചാൽ മതി. അതിന്റെ കൂടെ ഒരു ആറിട്ട് കൊടുത്ത് സോഫ. അപ്പോ ഈ സോഫാറും അതുപോലെ തന്നെ യെറ്റും എങ്ങനെ ഈസി ആയിട്ട് മറക്കാതെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുകയാണ്. സമയങ്ങളായത് നമുക്ക് നേരെ വീഡിയോ. അപ്പൊ നമ്മളിതാ തുടങ്ങാണ്. സോഫാറാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോഫാർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുവരെ. ഞാൻ പറയാണ്, ഇതുവരെ ഞാൻ 5 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. 5 ബുക്കുകൾ എഴുതിയിട്ടുണ്ട് ഞാൻ എന്നെങ്ങനെ പറയും? ഞാന് എഴുതിയിട്ടുണ്ട് 5 ബുക്കുകൾ. എഴുതിയിട്ടുണ്ട്. I have written 5 stories. 5 ബുക്കുകൾ എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ 5 ബുക്കുകൾ എന്ന് പറഞ്ഞാൽ 5 സ്റ്റോറീസ് അല്ല, 5 books. ഇതുവരെ സോഫാർ. I have written 5 books so far. എന്നോ അല്ലെങ്കിൽ ഞാനിതൊരു 5 കഥകൾ എന്നാണെങ്കിൽ I have written 5 stories so far എന്നോ പറയാം. ഇപ്പൊ ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താ? ഇത് ഏത് സെന്റൻസാ? ഏത് ടെൻസാ? ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലെ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ നിങ്ങൾ ആദ്യമേ മനസ്സിൽ പിടിച്ചോളൂ, സോഫാറും യെറ്റും ഉപയോഗിച്ച് പറയുന്ന സെന്റൻസുകൾ, ഒട്ടുമിക്ക സെന്റൻസുകളും എല്ലാം പ്രസന്റ് പെർഫെക്റ്റിലായിരിക്കും. അതാണ് ഒന്നാമത്തെ ക്ലൂ. സോഫാറിലായിരിക്കും എന്നല്ല, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ആയിരിക്കും ഇത് പറയാം. അതായത് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഞാൻ ഇതുവരെ വന്നിട്ടില്ല, കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ 5 എണ്ണം എഴുതിയിട്ടുണ്ട്, ഇതുവരെ ഞാൻ ഇത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതുവരെ ഇത്ര എണ്ണം കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാം ഒരു ഉണ്ട് എന്നുള്ള സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ടെൻസാണ്. അപ്പൊ അത് ഉപയോഗിക്കുന്നത് 99% പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. ഹാവ് ഹാസ് ചേർത്തിട്ടുള്ള സെന്റൻസിലായിരിക്കും എന്നർത്ഥം. അത് മനസ്സിൽ പിടിക്കാം. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ സെന്റൻസ് ഏതാ? ഞാൻ 5 ബുക്കുകൾ എഴുതിയിട്ടുണ്ട് എന്നാ പറഞ്ഞേ. ഞാൻ 5 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. I have written 5 books so far. ഇതുവരെ അല്ലേ? ഈ സെന്റൻസ് എങ്ങനത്തെ സെന്റൻസാ? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്ലൂ മനസ്സിൽ പിടിച്ചോളൂ. പോസിറ്റീവ് സെന്റൻസിലാണ് നമ്മൾ സോഫാർ പറയുക. 2 കാര്യം നമ്മൾ പറഞ്ഞു. സോഫാർ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. അതുപോലെ തന്നെ സോഫാർ വരുന്ന സെന്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഈ 2 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിൽ പിടിക്കണം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം പോസിറ്റീവ് സെന്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എല്ലാം നമ്മൾ സോഫാർ ചേർത്ത് മാത്രം പറഞ്ഞാൽ മതി. അവിടെ യെറ്റിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. ഓക്കെ, ഞാൻ 5 ബുക്കുകൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ 4 കാർ ഓടിച്ചിട്ടുണ്ട്. I have driven 4 cars. ഇതുവരെ so far. I have driven 4 cars so far. അവിടെ നമുക്ക് യെറ്റ് എന്ന് പറയാനുള്ള ടെൻഡൻസി വരും. അവിടെ യെറ്റ് പറയരുത്, കാരണം ഞാൻ ഓടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പോസിറ്റീവ് സെന്റൻസ് ആണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ നമ്മൾ സോഫാർ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അവൻ 4 ബിരിയാണി കഴിച്ചിട്ടുണ്ട്.
നാല് ടൈപ്പ് ബിരിയാണികൾ കഴിച്ചിട്ടുണ്ട്. അവൻ 4 ടൈപ്പ് ബിരിയാണികൾ കഴിച്ചിട്ടുണ്ട്. has had 4 types of biryani. 4 types of biryani so far. അതായത് ഇതുവരെ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ട് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ സോ ഫാർ ആണ് ചേർക്കുക എന്ന് മനസ്സിലായി. ഇനി ഞാൻ പറയാണ്, ഞാൻ ഇതുവരെ ഒരു ബിരിയാണി പോലും കഴിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു ബിരിയാണിയും കഴിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയില്ലേ? I haven't had ബിരിയാണീസ് അല്ല, ഒരു ബിരിയാണി പോലും. ഈവൻ വൺ ബിരിയാണി yet. I haven't had, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഈവൻ വൺ ബിരിയാണി yet. ഞാൻ ഇതുവരെ ഒരു ബിരിയാണിയും കഴിച്ചിട്ടില്ല. പറക്കം പഠിക്കാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്ത സോഫാർ അല്ല, കാരണം എന്താ? അത് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള 3ാമത്തെ ക്ലൂ ആണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇതുവരെ എന്നാണ് നമ്മൾ ഉപയോഗിച്ച് പറയുന്നതെങ്കിൽ സോ ഫാർ അല്ല പറയാ, യെറ്റ് പറയണം. ഓക്കെ, 2ാമത്തതല്ലേ ക്ലൂ? 3ാമത്തെ ക്ലൂ ആണത്. ഫസ്റ്റത്തത് പ്രസന്റ് പെർഫെക്റ്റിലുള്ള സെന്റൻസുകൾ ഉപയോഗിച്ചിട്ടാണ് സോ ഫാറും യെറ്റും പറയാ. സോ ഫാർ ഉപയോഗിച്ച് പറയുന്ന സെന്റൻസുകൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇത് 3ാമത്തെ ക്ലൂ. യെറ്റ് ഉപയോഗിച്ച് പറയുന്ന സെന്റൻസുകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇത്രേ ഉള്ളൂ. നമ്മള് നെഗറ്റീവായിട്ട് ഒരു കാര്യം പറയാണ്, ഇതുവരെ ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ യെറ്റ് ചേർക്കും. ഓക്കെ, ഞാൻ ഇതുവരെ ആ സിനിമ കണ്ടിട്ടില്ല. എങ്ങനെ പറയും? ഇതുവരെ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. I haven't watched that movie yet. I haven't watched that movie yet. ഞാൻ ആ സിനിമ ഉണ്ടല്ലോ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ കാണാൻ വേണ്ടി ഇരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സോ ഫാർ പറയരുത്, യെറ്റ് തന്നെ പറയണം. ഓക്കെ, അത് നെഗറ്റീവാണ്, ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പൊ അതിനൊരു കാര്യം കൂടി മനസ്സിലായി, ഇതുവരെ സംഭവിക്കാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലും യെറ്റ് തന്നെ പറയണം. 4ാമത്തെ ക്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. അപ്പൊ ഇതിനെ ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ സോ ഫാർ ചോദിക്കോ, യെറ്റ് ചോദിക്കോ? യെറ്റ് ഇടണം. കാരണം നടന്നിട്ടില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ യെറ്റ് തന്നെ ഇട്ടിട്ട് ചോദിക്കണം. അപ്പൊ എങ്ങനെ ചോദിക്കും? നീ ഇതുവരെ ആ സിനിമ കണ്ടിട്ടില്ലേ? ഇതിന്റെ ചോദ്യമാക്കിയാൽ മതി. കണ്ടിട്ടില്ലേ? Haven't you watched that movie yet? നീ ഇതുവരെ ആ സിനിമ കണ്ടിട്ടില്ലേ എന്നാണ് ചോദ്യം. നീ ഇതുവരെ ഡാൻസ് കളിച്ചിട്ടില്ലേ? അവളാണെങ്കിൽ അവൾ ഇതുവരെ ഡാൻസ് കളിച്ചിട്ടില്ലേ? Hasn't she danced yet? Hasn't she danced yet? അവൾ ഇതുവരെ ഡാൻസ് കളിച്ചിട്ടില്ലേ? ഉണ്ടോന്നാണെങ്കിലോ? അല്ല, അവൾ ഇതുവരെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അവൾക്ക് ഡാൻസ് ഒക്കെ അറിയോ? അവൾ ഇതുവരെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? Has she danced yet? അപ്പോഴും യെറ്റ് തന്നെ വരിക. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. സോ ഫാർ ഉപയോഗിക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു കാര്യം പോസിറ്റീവായിട്ട് പറയുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ സോ ഫാർ പറഞ്ഞാൽ മതി. അത് നടന്നിട്ടുള്ളൊരു കാര്യമാവണം, പോസിറ്റീവായിരിക്കണം. ഇനിയോ നടന്നിട്ടില്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയോ ചോദ്യം ചോദിക്കുകയോ ചെയ്യുമ്പോൾ യെറ്റ് ഉപയോഗിച്ച് പറയണം. വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി ഇതിൽ എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ കോമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള സെന്റൻസുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഡൗട്ട് തീർന്നുണ്ടാവുമല്ലോ. കാരണം നമ്മളെപ്പോഴും കൺഫ്യൂഷൻ ആയിട്ട് വരുന്നൊരു പാർട്ടാണ് ഈ സോഫാർ പറയോ യെറ്റ് പറയോ. ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും അവസാനം എത്തുമ്പോൾ സോഫ
യെറ്റ് രണ്ടിനും ഒരേ മീനിങ് അല്ലേ? അപ്പൊ രണ്ടും അപ്പൊ ഏതിലൊക്കെ ഇട്ടാ പോരെ? ഏതെങ്കിലും ഒന്ന് ഇട്ടാ പോരെ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ ആ കൺഫ്യൂഷൻ ഇന്നത്തെ വീഡിയോയോട് കൂടി നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഗൈസ്, ഇനി നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ 2 ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ ആൻസർ കമന്റ് ചെയ്യാം. തെറ്റാണോ അതോ സോഫാറാണോ? തെറ്റാണെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, നമുക്ക് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, അവൾ ഇതുവരെ 2 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ സന്ദർശിക്കുക എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയാമോ? വിസിറ്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അവിടെ സോഫാർ യൂസ് ചെയ്യുമോ യെറ്റ് യൂസ് ചെയ്യുമോ? ഇനി രണ്ടാമത്തെ ചോദ്യം, നമ്മളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുവരെ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലേ? ചോദ്യമാണ്, നെഗറ്റീവ് ചോദ്യമാണ്. അപ്പൊ എന്തിൽ തുടങ്ങും, എന്തിൽ അവസാനിപ്പിക്കും? സോഫാറാണോ യെറ്റാണോ എന്ന് കൃത്യമായിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്തേട്ടോ. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ ഒരു പുതിയ ബിഗിനർ ആയിട്ട് നമ്മളെ വീഡിയോ കാണാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് പോവാ. നമ്മുടെ ബിഗിനേഴ്സ് ചാലഞ്ച് 30 ക്ലാസ്സസ് ഉണ്ട്, അത് ഫുൾ കാണുക. അതിനുശേഷം നമ്മളെ സ്പീക്കിംഗ് ചാലഞ്ച് കാണുക, അതും പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. പിന്നെ നമ്മൾ തുടങ്ങുന്ന പല പല സാധനങ്ങളായിട്ടുള്ള വീഡിയോസ്, അങ്ങനെയൊക്കെ കുറെ വീഡിയോസ് ഉണ്ടാവും, അതും കാണുക. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അടുത്ത വീണ്ടും കാണാം. അതുവരേക്കും ബൈ.